ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചിന്തിക്കാം. മനുഷ്യരെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാലമാണ് വാർദ്ധക്യകാലം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. വാർദ്ധക്യം പലരുടെയും പേടിസ്വപ്നമായി മാറിയിട്ടുണ്ട്. ആരും സംരക്ഷിപ്പാൻ കാണുകയില്ല, ആരും തുണ നിൽപ്പാൻ ഉണ്ടാവുകയില്ല, എല്ലാം തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ആശങ്കകൾ പലപ്പോഴും പലരെയും ഭരിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ 80 വയസ്സുള്ള ബൈബിൾ പരിചയപ്പെടുത്തുന്ന ബർസില്ലായി എന്ന ഒരാളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 2 ശമൂവേൽ 19 അധ്യായം 31 മുതൽ ഉള്ള വചനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലയാദ്യനായ ബർസില്ലായിയും രോഗലീമിൽ നിന്ന് വന്നു രാജാവിനെ യോർദാൻ അക്കരെ കടത്തി യാത്ര അയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. രാജാവ് മഹനീയമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികൻ ആയിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാജാവിനോടുകൂടി യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ സ്വാദ് അടിയൻ അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? ഒരുപാട് കാര്യങ്ങൾ ബർസില്ലായെക്കുറിച്ച് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം റഗോലീം സ്വദേശിയാണ്, സമ്പന്നനാണ്, സ്വാധീനമുള്ളവനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് സ്വാധീനത്തിലും സമ്പന്നതയിലും ഒന്നുമായിരുന്നില്ല. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന, 80 വയസ്സുള്ളപ്പോഴും ഹൃദയം വിശാലമായിരിക്കുന്ന ഒരു ജീവിതം. നാം അദ്ദേഹത്തെ നോക്കുമ്പോൾ പ്രതിസന്ധിയുടെ നാളുകൾ ദാവീദിനുണ്ടായി. ആ പ്രതിസന്ധിയുടെ നാളുകളിൽ സമ്പന്നനായ ബർസില്ലായി രാജാവായ ദാവീദിനെ സഹായിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ മകനായ അബ്ശാലോം തനിക്കെതിരെ, ദാവീദിനെതിരെ കലാപം നടത്തി രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ദാവീദിന് യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അന്ന് ദാവീദിൻ്റെ കൂടെയുണ്ടായിരുന്ന പലരും ദാവീദിനെ വിട്ടുപോയി. എന്നാൽ ആ സാഹചര്യത്തിൽ ബർസില്ലായി ദാവീദിനെ പിന്തുണയ്ക്കുകയാണ്. അദ്ദേഹം ഭക്ഷണങ്ങളും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദാവീദിന് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ സ്നേഹിതന്മാരെ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രതിസന്ധിയുടെ നാളുകളിലാണ്. പ്രതിസന്ധിയുടെ നാളുകളിൽ താൻ ഒരു യഥാർത്ഥ സ്നേഹിതനാണെന്ന് ദാവീദിന് തൻ്റെ സ്നേഹത്തിലൂടെ ബർസില്ലായി തെളിയിച്ചു കൊടുത്തു. ബർസില്ലായി ഒരിക്കലും അവസരവാദിയല്ലായിരുന്നു. തൻ്റെ സ്നേഹിതൻ കഷ്ടതയിൽ ആയപ്പോൾ സഹായിക്കുവാനുള്ളൊരു ഹൃദയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വാർദ്ധക്യത്തിലും സേവന മനോഭാവമാണ് നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. പലരും ആ പ്രായത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം രാജാവിൻ്റെ ആവശ്യം അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിച്ചു. ഇതിൽ നാം മനസ്സിലാക്കണം, പ്രായം സൽപ്രവൃത്തിക്ക് തടസ്സമല്ല, പ്രായം ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമല്ല. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നാം മനസ്സൊരുക്കി ജീവിക്കുന്നവരാണെങ്കിൽ വാർദ്ധക്യത്തിലും ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാൻ കഴിയും. വിനയത്തിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ബർസില്ലായി. അബ്ശാലോമിൻ്റെ കലാപം അവസാനിച്ചപ്പോൾ ദാവീദ് രാജാവ് ബർസില്ലായിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. രാജകൊട്ടാരത്തിൽ എല്ലാ ബഹുമാനത്തോടെയും പാർപ്പിക്കാം എന്ന് വാക്കുകൊടുക്കുന്നു. പക്ഷെ ബർസില്ലായി വളരെ വിനയത്തോടെ പറഞ്ഞ മറുപടി, എനിക്കിപ്പോൾ 80 വയസ്സായി, ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ
മരിക്കട്ടെ. അദ്ദേഹം അധികാരമോ സ്ഥാനമോ പ്രതിഫലമോ ഒന്നും അന്വേഷിച്ചില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. സേവനം പ്രതിഫലം പ്രതീക്ഷിച്ചുള്ളതായിരുന്നില്ല. അതുമാത്രമല്ല, രാജാവിനോടൊപ്പം പോകുന്നതിന് പകരം അദ്ദേഹം തൻ്റെ സ്ഥാനത്ത് കിംഹാം എന്ന യുവാവിനെ അയക്കുകയാണ്. അടുത്ത ഒരു തലമുറയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ബർസില്ലായി തനിക്ക് പോകുവാൻ ക്ഷണമുണ്ടായപ്പോൾ താൻ നിരസിക്കുക മാത്രമല്ല, അടുത്ത ഒരു തലമുറയെ ആ സ്ഥാനത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ബർസില്ലായുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാഹചര്യങ്ങൾ മാറിയാലും വിശ്വസ്തത എപ്പോഴും തന്നെ പിന്തുടർന്നിരുന്നു. സമ്പത്ത് തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചില്ല. കഷ്ടത്തിൽ ആളുകൾ അകപ്പെട്ടപ്പോൾ അവരെ സേവിപ്പാനായി ഉപയോഗിച്ചു. ഒരിക്കലും അംഗീകാരമോ പ്രതിഫലമോ ബഹുമതിയോ തേടിക്കൊണ്ടല്ല താൻ തൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്തത്. 80 വയസ്സിലും ദൈവത്തിന് പ്രയോജനമുള്ളവനായി ജീവിച്ചു. അടുത്ത തലമുറയെ തനിക്ക് ഉയർത്തുവാൻ അവസരം വന്നപ്പോൾ താനത് ചെയ്തു. അതുകൊണ്ട് നമുക്കും ഈ ദിവസങ്ങളിൽ ബർസില്ലായെ പോലെ ജീവിതത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ സമർപ്പിച്ചു കൊടുക്കാം. ഏതു പ്രായത്തിലും നമുക്ക് ഫലമുള്ളവരായിട്ട് ജീവിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ഫലമാണ്. ഞങ്ങളുടെ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഞങ്ങൾ ഫലം കായ്ക്കുന്നവരാകട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.